ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകളിൽ വൈറസ് അടങ്ങിയിട്ടുണ്ടോ, അല്ലെ വൈറസ് ഉണ്ടോ, ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് വഴിയോ ഏതെങ്കിലും തരത്തിലുള്ള മാൽവെയറുകളോ ഹാർഡ്വെയറുകളോ ഒക്കെ അടങ്ങിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്ന ആദ്യം നിങ്ങൾ ഫോൺ മേടിച്ചപ്പോഴുള്ള ആ ഒരു പെർഫോമൻസ് ഒന്നും ഇപ്പോൾ ഫോണിൽ കിട്ടുന്നില്ല, ഫോൺ പെട്ടെന്ന് ഹാങ് ആയി പോകുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീരുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് വളരെ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് വളരെ വേസ്റ്റായി പോകുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കാതെ തന്നെ ഒരുപാട് ഇൻ്റർനെറ്റ് അധികമായിട്ട് വേസ്റ്റായി പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ നമ്മൾ ഫോൺ ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് മറ്റൊരു ആപ്ലിക്കേഷൻ ഓൺ ആവുക, ഡിസ്പ്ലേയിൽ അനാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആഡ്സുകൾ പരസ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറസുകൾ കയറിയിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വൈറസിനെ കണ്ടെത്തുന്നതും എങ്ങനെ വൈറസിനെ കണ്ടെത്തി നമുക്ക് ഒഴിവാക്കാമെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തെടുക്കുക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവർക്കും പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. മൈ നെയിം ഈസ് നിഷാദ്. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ബ്ലോഗ്. നമുക്കിതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. വൈറൽ ടോട്ടൽ മൊബൈൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് 1 മില്യൺ പ്ലസ് യൂസേഴ്സ് ഉള്ള 4.1 റേറ്റിംഗ് ഉള്ള ചെറിയ 8 MB മാത്രം എടുത്തുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്. നല്ല റേറ്റിംഗും അതുപോലെ തന്നെ നല്ല റിവ്യൂസും കാര്യങ്ങളും ഒക്കെയുള്ള പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊന്നുമില്ല, ഇതേ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആയിട്ട് വരുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് സ്കാൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ കാര്യങ്ങളും ടോട്ടലായിട്ട് ഇതിങ്ങനെ സ്കാൻ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വന്നിരിക്കുന്ന ഫോട്ടോസിലോ വീഡിയോസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിലോ അങ്ങനെ ഏതിനകത്തെങ്കിലും വൈറസ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ തന്നെ സെർച്ച് ചെയ്തത് കണ്ടെത്തി തരും. അപ്പോൾ നമുക്കിത് സെർച്ചിങ് പൂർത്തിയാകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സെർച്ചിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തേർഡ് പാർട്ടി ആയിട്ടുള്ള APK ഫയലുകൾ ഹൈഡായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ ഒരു ഗ്രീൻ ടിക്കാണ് വന്നിരിക്കുന്നത്. ഈ ഏറ്റവും സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ ടിക്കാണ് വന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രീൻ ലെറ്റർ കാണുന്നത് റെഡ് ലെറ്ററിലായിട്ട് മാറും. അപ്പോൾ ഇതിനകത്ത് നിലവിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലൊന്നും മറ്റ് പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ സിസ്റ്റം ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താലും നിങ്ങളുടെ ഫോണിൻ്റെ ഹാർഡ്വെയർ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി പവറിങ്ങിലോ ഏതെങ്കിലും സിസ്റ്റത്തിൽ ഇതുപോലെ മാൽവെയറുകളോ അല്ല ഹാർഡ്വെയറുകളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വൈറസുകളോ ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സിസ്റ്റത്തിൻ്റെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഇത്. ബ്ലൂടൂത്തിങ്ങും അതുപോലെ തന്നെ ബ്രോക്കൺ അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. ഇതിനകത്തൊന്നും നമുക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫോണിൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ 3 ഡോട്ട് ഉണ്ട്. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സ് ഓപ്ഷനിലൂടെ കുറച്ച് ബോർഡ്സ് അത് ഓപ്ഷൻസ് ഉണ്ട്. അതിന് ആവശ്യമുള്ളവർ മാത്രം ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ന്യൂ മെസ്സേജ് നോട്ടിഫിക്കേഷൻ സൗണ്ട് ആൻഡ് വൈബ്രേറ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത്രയും ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നമ്മുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലെ ബാറ്ററിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഫോണിൻ്റെ സിസ്റ്റം ആപ്പുകളാണ് നമ്മുടെ ഫോണിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ആ ഒരു സിസ്റ്റം ആപ്പിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ റെഡ് ലെറ്ററിൽ നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിസ്റ്റം വർക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അതൊന്നും ഒരിക്കലും നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാതിരിക്കുക. പിന്നെ ഏതെങ്കിലും തരത്തിൽ ശരിക്കും ചിലപ്പോൾ ഇതേ രീതിയിൽ ആൻഡ്രോയിഡിൻ്റെ സിമ്പിളൊക്കെ ആയിട്ട്
ഡ്യൂപ്ലിക്കേറ്റ് ആപ്ലിക്കേഷൻ കാണും. കാരണം തേർഡ് പാർട്ടി ആയിട്ടുള്ള APK ഫയലുകളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അത് ഓപ്പൺ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് അതിപ്പോൾ നമുക്കിവിടെ റെഡ് ലെറ്റർ കാണിക്കും. അങ്ങനെ കാണിക്കുവാണെങ്കിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഡിലീറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പോയി ഡയറക്റ്റ് ഇത് ഒരിക്കലും ഒരു ആപ്ലിക്കേഷനും ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ്, ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ പിന്നെ ആവശ്യമില്ല. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യുന്നത്, ഇതിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ്റെ ഇൻഫോ എടുക്കുക. ആപ്ലിക്കേഷൻ ഇൻഫോ എടുത്തതിന് ശേഷം നമുക്ക് സ്റ്റോറേജ് ജസ്റ്റ് ക്ലിയർ ചെയ്യുക. സ്റ്റോറേജ് ഏതൊരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട് നോക്കുക. ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് നമുക്കിവിടെ നിന്നും ഓപ്പൺ ചെയ്യാനായിട്ട് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതർ പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഗ്രീൻ ടിക്ക് കാണും, അതിൽ ഡെനു എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അത് ഒഴിവാക്കി കളയുക. നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പെർമിഷൻ കൊടുക്കുന്നതാണ് കേട്ടോ ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും. ഏതെങ്കിലും തരത്തിലുള്ള പെർമിഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെർമിഷൻസ് എല്ലാം ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ഏറ്റവും താഴെ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അങ്ങനെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ എന്തുമായിക്കോട്ടെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഇതിൻ്റെ ഡേറ്റ മുഴുവനായിട്ട് ക്ലിയർ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അല്ലാത്ത പക്ഷം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തെങ്കിലും ആ ആപ്ലിക്കേഷൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് വേർഷൻസ്, അതായത് ഹൈഡായിട്ട് വെക്കാവുന്ന വെർഷൻസും കൂടെ കൂട്ടിയായിരിക്കും ചിലപ്പോൾ ആ ഒരു കമ്പനി ആ ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. നമ്മൾ നോർമലി നമുക്ക് ഡിസേബിൾ ആയിട്ടുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയും ബാക്ക്ഗ്രൗണ്ടിൽ മറ്റ് ആപ്ലിക്കേഷൻസ് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഡാറ്റകളും ഒക്കെ സേവ് ചെയ്ത് വെക്കാതെ നമുക്ക് നമ്മുടെ ഡാറ്റകൾ മൊബൈലായിക്കോട്ടെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ കൺട്രോൾ ആയിക്കോട്ടെ, അല്ലെ ഫോൺ പെർമിഷൻസ് ആയിക്കോട്ടെ, ക്യാമറ പെർമിഷൻസ് അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം ഇങ്ങനെ ഡാറ്റ ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫോണുകളിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക്